നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ ഉറപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ദൈവം തന്ന വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒഴുകുന്ന ഒരു ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവിൽ വന്ദനം. നമുക്കൊരുമിച്ച് തിരുവചന ചിന്തയ്ക്കായി അടുത്തു വരാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യമാണ്. അവസാന ഭാഗം ഇങ്ങനെയാണ്: ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും എന്നുള്ളതാണ്. സ്തോത്രം. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. പ്രിയരെ, ഈ വേദഭാഗം ദാനിയേലിന്റെ പുസ്തകം നമ്മൾ സവിസ്തരം പഠിക്കുമ്പോൾ ഒരു കാലിക പ്രസക്തിയുള്ള വേദഭാഗമാണ്. അന്നെന്ന പോലെ ഇന്നും അന്നത്തെ ജനസമൂഹത്തിന് കൊടുക്കുന്ന ഒരു ദൈവീക ആലോചനയുടെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചതെങ്കിലും ആ വേദഭാഗം വളരെ ശക്തിയുള്ളതാണ് എന്നതിൽ രണ്ടു പക്ഷമില്ല. അതുകൊണ്ട് തന്നെ ആ വേദഭാഗത്തിന് ഞാനൊരു തലക്കെട്ടിങ്ങനെ കൊടുക്കുകയാണ്: ഉറച്ചു നിൽക്കുന്ന ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഉറച്ചു നിൽക്കുന്ന ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. നാം നിൽക്കുന്ന പ്രതലം ഒഴുകിപ്പോകുവാൻ സാധ്യതയുള്ള ഒരു പ്രതലമാണ്. അതുകൊണ്ട് ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഒഴുക്കിക്കളയുവാൻ സാധ്യതകൾ ഏറെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് നേതൃത്വ നിരയിൽ നിന്ന പഴയ നിയമ ഭക്തന്മാർ, മോശയെ പോലുള്ളവർ, യോശുവയെ പോലുള്ളവർ, അങ്ങനെ അഭിഷക്തന്മാരുടെ എണ്ണപ്പെട്ട നിരയിൽ അവരോടെല്ലാം ദൈവത്തിന് കൊടുക്കുന്ന ഒരു ആലോചന ഇങ്ങനെയാണ്: നിങ്ങൾ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, നമ്മുടെ ജീവിതത്തോട് പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം. പക്ഷേ അതൊക്കെ നാം നിൽക്കുന്ന പ്രതലം നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒഴുക്കിക്കളയുന്ന ഒരു പ്രതലമാണെങ്കിൽ, അല്ലെങ്കിൽ കുത്തൊഴുക്കുള്ള ഒരു സാഹചര്യത്തിൻ്റെ നടുവിലാണ് നാം നിൽക്കുന്നതെങ്കിൽ ദൈവവചനം നമുക്ക് മുറുകെ പിടിക്കുവാൻ പറ്റും. ഉറച്ചു നിന്നില്ല എങ്കിൽ നമ്മൾ ഒഴുകിപ്പോകും. ഒരു മുന്നറിയിപ്പിന്റെ ദൂതായി നമുക്കിതിനെ കാണാൻ പറ്റും. കാരണം ഉറച്ചു നിൽക്കുന്ന ജനത്തിനു വേണ്ടി ദൈവപ്രവൃത്തി ഉണ്ട് എന്നുള്ള ഒരു വലിയ അഷുറൻസ്, വലിയൊരു ഉറപ്പ് ദൈവം നമുക്ക് തരികയാണ്. അങ്ങനെയെങ്കിൽ ആമേൻ, കുത്തൊഴുക്കുകൾ ഒത്തിരി ഉണ്ടായിക്കൊള്ളട്ടെ, നിലനിൽക്കുന്ന പ്രതലം തന്നെ നമുക്ക് വിപരീതമായി ഉള്ള സാഹചര്യമായിക്കൊള്ളട്ടെ, പക്ഷേ നമ്മുടെ ദൈവം കൈവിടാത്ത ദൈവമാണെന്നും നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണെന്നും ആമേൻ, സ്തോത്രം, ആമേൻ, നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് പറയുക. നേതൃത്വ നിരയിൽ നിന്ന് പല അഭിഷക്തന്മാരെയും ബലപ്പെടുത്തിയത് ദൈവത്തിന്റെ ശബ്ദമാണ്. അങ്ങനെയെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന സ്നേഹിതനോട്, സഹോദരങ്ങളോട് ആമേൻ വിളിച്ചു പറയട്ടെ: നമ്മുടെ വിഷയങ്ങൾക്കകത്ത് നമ്മൾ പതറിപ്പോയാൽ ഒരിക്കലും പ്രവൃത്തി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൽ ആശ്രയിച്ചാണ് നമ്മുടെ നിലനിൽക്ക് എങ്കിൽ ആ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട വഴിത്തിരിവിന് മുഖാന്തിരം എന്നത് അടിവരയിട്ട് ഞാൻ പറയട്ടെ. അതുകൊണ്ട് ആമേൻ, തലവാചകത്തിൽ ഇങ്ങനെ ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു: ഉറച്ചു നിൽക്കുന്ന ജനത്തിനു വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ട് തട്ടിലുള്ള ജനത്തെ നമുക്ക് ഈ ലോകത്തിൽ കൂടെ കാണുവാൻ കഴിയും. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ അന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ജനം ഒരുപക്ഷെ ഉറച്ചു നിൽക്കാത്ത ജനമാകാം. അവരോടും ഉള്ള ഒരു സന്ദേശമാകാം ഇത്: ഉറച്ചു നിൽക്കുവീൻ, എന്നാൽ നിങ്ങൾക്ക് വീര്യം പ്രവർത്തിക്കുന്നത് കാണാമെന്നുള്ളത്. സ്തോത്രം. അധർമ്മമുള്ള, അധാർമികതയുള്ള,
വല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന ഒരു ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആലോചനക്കാരനായി വന്ന ആമേൻ ദാനിയേൽ പ്രവാചകന് കൊടുക്കുവാനുള്ള ആ വളരെ പ്രസക്തമായ ഒരു ദൂതിന്റെ ആമേൻ ഒരു ചെറിയ ഭാഗം ഇന്ന് ഒരു സന്ദേശത്തിൽ കൂടി ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ ഉറപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ദൈവം തന്ന വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒഴുകുന്ന ഒരു പ്രതലം വല്ലാത്ത ഒരു കുത്തൊഴുക്കിൽ ഞാൻ ആയിരിക്കുന്നു, എനിക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പറയട്ടെ, ആമേൻ, നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ഒരു പാറമേലാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. അവൻ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, ആമേൻ, അവൻ എന്നെ ഒരു പാറമേൽ നിർത്തുന്നു എന്നുള്ള ദൈവവചനത്തെ നമുക്ക് ശിരസ വഹിച്ചുകൊണ്ട് ഈ വേദഭാഗത്തെ ഒന്നുകൂടെ നമ്മുടെ കൈമുതലാക്കാം. ഉറച്ചു നിൽക്കുന്ന ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ആ ശക്തിയെ വീണ്ടും ഉറച്ചു നിന്ന് നാം ആയിരിക്കുന്ന ദേശത്തിൽ നമ്മുടെ ശുശ്രൂഷയിൽ ആമേൻ സ്തോത്രം നമുക്ക് മുന്നേറുവാൻ കഴിയുമെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി കാണുവാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ആ ദൈവം നമ്മോട് പറയുന്നത് ഉറച്ചു നിൽക്കുക. അതുകൊണ്ട് സ്നേഹിത, ഉറച്ചു നിന്നില്ലെങ്കിൽ അപകടമാണ്. ആമേൻ, ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുന്നറിയിപ്പിനെ അവഗണിക്കുന്നവർക്ക് എക്കാലവും ഒരു പതനമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പതനത്തിൽ നിന്ന് ഒരു മുന്നറിയിപ്പിന്റെ ദൂതുകൾ ആമേൻ കേട്ടുകൊണ്ട് നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഉറച്ചു നിൽക്കുന്ന ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.